നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ പെരുന്നാളിൻ്റെയും വ്ളോഗ് ചെയ്തിട്ട് സ്വന്തം ഇടവക പെരുന്നാൾ വന്നപ്പോൾ അതിൻ്റെ വ്ളോഗ് മാത്രം ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് അതെങ്ങനെ ചെയ്യാതിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ അർണാട്ടിക്കര പള്ളി പെരുന്നാളിൻ്റെ ഹൈലൈറ്റ്സ് ആവാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ പെരുന്നാളിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻസിലായിരുന്നു മമ്മി. എനിക്ക് നൈസായിട്ട് പനി പിടിച്ചുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫുഡിന്റെ ഇൻചാർജ് മുഴുവനും മമ്മി തന്നെ അങ്ങനെ ഏറ്റെടുത്തായിരുന്നു. പിന്നെ മമ്മിയുടെ പലഹാരപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലത്തിമ്പള്ളി പോയിട്ട് അന്തോണീസ് പുണ്യാളിന് നേർച്ച കൊടുക്കണമായിരുന്നു. അവിടെ ചെന്ന് പുണ്യാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പലഹാരത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു എന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ അമ്പൊക്കെ വന്ന് പോയതിനു ശേഷം പിന്നെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ബാബുവേപ്പൻ തന്ന എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു കൊന്തയാണ് എന്റെ മനസ്സ് കീഴടക്കിയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. പേപ്പന്റെ 25th സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് മാർപ്പാപ്പ റോമിന്ന് 10 കൊന്തകൾ പേപ്പന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കൊന്ത എങ്ങനെയാണ് എന്റെ കയ്യിൽ വന്നതെന്ന്. ഇത്രയ്ക്കും അർഹത എനിക്ക് ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കൊന്തയായിരുന്നു അത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ അന്തോണീസ് പുണ്യാളം കടന്നു വന്നു. അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങളായിരുന്നു എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 3ാമത്തെ കുർബാനയ്ക്കാണ് ഞങ്ങൾ പോയത്. അതായത് 8:30 കുർബാന. അതും പേപ്പൻ തന്നെയാണ് ചെല്ലിയത്. ഈ പേപ്പൻ എന്ന് പറയുന്നത് റവറൻഡ് ഫാദർ ബാബു അപ്പാടൻ, മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് പള്ളിയിലെ വികാരിയച്ഛൻ. അപ്പൊ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.